നമസ്കാരം, ലൂസ് ടോക്കിലേക്ക് സ്വാഗതം. നമസ്കാരം. നമുക്കിന്ന് പ്രധാനമായും ചർച്ച ചെയ്യേണ്ടത് സതീശന്റെ കള്ളന്മാരെ കുറിച്ചാണ്. അതെ, പക്ഷേ എങ്കിലും നമുക്കൊന്ന് സൂചിപ്പിച്ചു പോകണം പാറ്റാ സമരം പോകണം. സതീശനെ കുറിച്ച് കുറച്ചേറെ ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഈ പാറ്റാ സമരത്തിലെ എനിക്ക് നിങ്ങൾ മുമ്പ് സൂചിപ്പിച്ച മാതിരി കേരളത്തിലേക്ക് പോകാം. എനിക്ക് ഇതിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പറയാതിരിക്കാൻ പറ്റത്തില്ലാത്ത അവസ്ഥയുണ്ട്. അതായത് ഇത് എൻഡ് ഓഫ് ദി ഡേ ഇത് നമ്മളിതിനെ എതിർക്കുന്നവരുണ്ട്, വിമർശിക്കുന്നുണ്ട്, അനുകൂലിക്കുന്നുണ്ട്, അംഗീകരിക്കുന്നവരുണ്ട്. ഇത് മഹാസംഭവം എന്ന് പറയാൻ ഒത്തിരി ആളുകൾ ഇതിലൊക്കെ ഇടയ്ക്ക് നിൽക്കുന്ന ഒരാളാണ് ഞാൻ. ഇതിൽ അമിതമായ ആവേശം കൊണ്ടവർ കുറേ പേരുണ്ട്. ഭയങ്കര ആവേശം കൊണ്ട് അതാ മീഡിയ വണ്ണും അവരൊക്കെയാണ്. അവരുടെ വിചാരം മുഴുവൻ മറ്റേ ബംഗ്ലാദേശിലും ശ്രീലങ്കയിലൊക്കെ നടന്ന പോലെ വസതിക്ക് തീയിടും, പാർലമെന്റ് ആക്രമിക്കും, ഭരണകൂടം താഴെ പോകും, വിധ്വംസക പ്രവർത്തനങ്ങൾ വിജയിക്കുമെന്ന് കുറെ ആളുകൾ. പക്ഷെ ഹവർ മറുഭാഗം പറഞ്ഞത് മതി ഇത് മുഴുവൻ രാജ്യദ്രോഹികളാണ്, അല്ലെങ്കിൽ ഇത് മുഴുവൻ വിദേശ ഫണ്ട് കൈപ്പറ്റിയാണ് രാജ്യത്തെ. അതും തെറ്റാണ്. അല്ല, അത് അവര് തന്നെ പറഞ്ഞല്ലോ അങ്ങനെ സംഭവം അങ്ങനെയില്ല. മാത്രമല്ല ഇതൊരു വലിയ മൂവ്മെന്റ് ആയിരുന്നു. എനിക്കിതിനെ പോസിറ്റീവായിട്ട് കാണുന്ന സൈഡ് എന്താണെന്ന് വെച്ചാൽ, ഞാൻ മോദിയുടെ ഭരണത്തിൽ തൃപ്തനായ ഒരാളാണ്. കോർപ്പറേറ്റ് അഴിമതിയൊക്കെ ഉണ്ടാവില്ലെന്ന് ഞാൻ പറയുന്നത്. പക്ഷേ കമ്പാരിറ്റീവ്ലി വളരെ ഭേദപ്പെട്ട ഭരണമാണ്, രാജ്യത്തിന് നല്ലതാണ്. ഈ ഭരണം കുറച്ചു കാലം കൊണ്ട് തുടർന്നാൽ മാത്രമേ നമ്മുടെ ഈ ബേസിക് ഇഷ്യൂസ് പരിഹരിക്കപ്പെടത്തുള്ളൂ. അത്രയേ ഉള്ളൂ. അപ്പം ഈ പശ്ചാത്തലത്തിൽ എനിക്കൊരു പേടിയുണ്ടായിരുന്നു, ഇത് കൈവിട്ടുപോയി. എന്നുവെച്ചാൽ ഈ കൈവിട്ടുപോയി ഈ പറയുന്ന ബംഗ്ലാദേശ് മോഡലിലേക്ക് മാറുമെന്ന് പേടിയുണ്ടായിരുന്നു. അവിടെ ഇത് തടഞ്ഞതിൻ്റെ പ്രധാന കാരണം, ഇത് ഇത്രയും വഷളായതിൻ്റെ പ്രധാന കാരണം പോലീസ് അതിക്രമമാണ്. പോലീസ് അതിക്രമം അത് പക്ഷേ അവരെ ആക്രമിച്ചിട്ട് അവർ ചെയ്തു എന്നാ പറയുന്നത്. എന്താണെങ്കിലും അതാണ് യഥാർത്ഥത്തിൽ ഇതിന്റെ വഷളായതും ശ്രദ്ധ നേടി. അത് കലാപത്തിലേക്ക് നീങ്ങി. അവിടെയാണ് പ്രശ്നം. അവിടെ നിന്ന് അങ്ങോട്ട് ഇത് പോവാതെ സൂക്ഷിച്ചത് ഇവർ സംയമനം പാലിച്ചുകൊണ്ടാണ്. അതെ, വേണമെങ്കിൽ ഈ ഒരു മോദിയുടെയും ബി ജെ പിയുടെയും രീതി അനുസരിച്ച് ഇവിടെ പല സംഖ്യകളും പറഞ്ഞ മാതിരി, മറ്റേ ടി ജി മോഹൻദാസ് പറഞ്ഞു എന്ന് പറയുന്ന മാതിരി, പറഞ്ഞു എന്ന് എനിക്കറിയില്ല, പറഞ്ഞു എന്ന് പറയുന്ന മാതിരി വേണമെങ്കിൽ വെടിവെക്കാമായിരുന്നു. അങ്ങനെ വെടിവെച്ചിരുന്നെങ്കിൽ ഈ ഭരണം തന്നെ പോയേനെ. ഭരണം മാത്രമല്ല, അട്ടിമറി നടന്നതിന് ഇവിടെ വലിയ കലാപം ഇന്ത്യയിൽ മുഴുവൻ സംസ്ഥാനങ്ങളിലും ബാധിക്കും. അപ്പൊ അതുകൊണ്ട് അവിടെ അവർ ബ്രേക്ക് ഇട്ട് നിർത്തി താഴേക്ക് ഇറങ്ങി വന്ന് ചർച്ച ചെയ്തത് കൊണ്ട് രണ്ട് ഗുണങ്ങളാണ് ഞാൻ ഇതിന് കാണുന്നത്. ഒന്ന്, ഇപ്പോഴുണ്ടായിരുന്നൊരവസ്ഥ, കോൺഗ്രസ് അതീവ ദുർബലമാണ്. പ്രതിപക്ഷ പാർട്ടികളെയൊക്കെ വളരെ എളുപ്പത്തിൽ കശക്കി എറിയാൻ മോദിക്ക് കഴിയുന്നുണ്ട്. ഒരു രാഷ്ട്രീയ പാർട്ടിയും ശക്തമല്ല. അത് മാത്രമല്ല, ഹിന്ദുത്വ രാഷ്ട്രീയം നന്നായി വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. ഈ പശ്ചാത്തലത്തിൽ അവർക്കൊരു അഹങ്കാരം കയറിയിരുന്നു ഉണ്ടായിരുന്നു. ഞങ്ങൾ എന്ത് ചെയ്താലും. അതുകൊണ്ടാണല്ലോ മധ്യപ്രദേശ്, ഞാൻ ചോദിക്കുന്നത്, രാജ്യസഭയിൽ അവർക്ക് ആ മധ്യപ്രദേശ് കോൺഗ്രസ് സീറ്റ് മോഷ്ടിക്കേണ്ട വല്ല കാര്യം ഒരു ആവശ്യമില്ല. അവർക്ക് 2 സീറ്റ് കിട്ടി, ഒന്ന് കോൺഗ്രസിന്റെയാണ്, അത് മോഷ്ടിച്ചെടുത്തു. അത് വൃത്തികെട്ട പരിപാടിയായി പോയ. ഇനി ബംഗാളിൽ ആ പെണ്ണുമ്പിടെ തോറ്റുപോയി. ആ തോറ്റുപോയ അതിനെ 5 വട്ടം കഷണമാക്കി മുറിച്ച് നശിപ്പിച്ച് അവർക്ക് ഭ്രാന്തായി. ഓൾറെഡി ഭ്രാന്തുള്ള സ്ത്രീ. ആം ആദ്മി പാർട്ടിയെ എംപിമാരെ മൊത്തം എടുത്ത് വിഭജിച്ച് തകർത്ത്. ഞാൻ പറഞ്ഞത് ആശയപരമായി ഒരു രാഷ്ട്രീയ പാർട്ടിയെ തോൽപ്പിക്കുക എന്നതുപോലെ അല്ല, അതിനെ ചിഹ്ന ഭിന്നമാക്കി വാങ്ങുക, പണം മുടക്കുക. അത് പ്രതിപക്ഷമില്ലാത്ത ഒരു സമരമാണ്, ഒരു സർക്കാരാണ് ഇവര് ലക്ഷ്യമിട്ടത്. അവരാണ് പ്രതിപക്ഷമില്ലാതെ ഏകപക്ഷീയം മുമ്പോട്ട് പോയാൽ പക്ഷേ വലിയൊരു പ്രതിപക്ഷം വന്നു. അത് ഇവർക്ക് മനസ്സിലായി. മാത്രമല്ല, ഇവർക്കെന്നല്ല എല്ലാവർക്കും അതിന്റെ ഒരു സിഗ്നൽ കിട്ടിക്കഴിഞ്ഞു. ഒരു ജനകീയ മുന്നേറ്റത്തിന് ഇപ്പോൾ നല്ല സ്കോപ്പാണ് എന്ന്. അവർക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പിന്തുണ വേണ്ട, ഇവരെല്ലാം പിന്തുണയുമായിട്ട് പിന്നാലെ ചെല്ലുകയാണ്. അപ്പോൾ അവരത് നിരാകരിക്കുന്നില്ല എന്നേ ഉള്ളൂ, പക്ഷെ ഹൈജാക്ക് ചെയ്യാൻ അനുവദിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ഈ ഭീകര ബന്ധം ആരോപിക്കപ്പെടാതിരിക്കാൻ അവർ വളരെ ജാഗ്രത. അത് കൃത്യമായിട്ട് ചെയ്തു. ദേശീയ ഗാനം പാടുന്നു. അതുകൊണ്ട് തന്നെയാണ് അവർ പറഞ്ഞത് ഞങ്ങൾക്ക് ജന്തർ മന്ദറിന് പുറത്ത് സമരമില്ല എന്ന് അവർ പറഞ്ഞു. അതാണ് അതിനകത്ത് പ്രധാനപ്പെട്ട കാര്യം. എന്താണ്, രാഹുൽ ഗാന്ധിയും കൂട്ടരും പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിലേക്ക് സമരം നടത്തിയത് ആകെ പ്രശ്നമായി കഴിഞ്ഞപ്പോഴാണ് ഇവർ പറയുന്നത് ജന്തർ മന്ദറിന് പുറത്തേക്ക് ഞങ്ങൾക്ക് സമരമില്ല, ഞങ്ങൾക്ക് ഇവിടെ മാത്രമേ സമരം. പിന്നെ ഇതിന്റെ ഒരു നോക്കൂ, 30 വയസ്സിൽ താഴെയുള്ളവരുടെ ഒരു മുന്നേറ്റമാണ്. അതെ, അന്ന് വെച്ചാൽ യുവത്വത്തിന്റെ മുന്നേറ്റമാണ്. ഈ യുവത്വം എന്ന് മാത്രം അവർ പിടിച്ചെടുത്തെത്തിച്ചു എല്ലായിടത്തും. അത് കിട്ടി. കാരണം കൃത്യമായ നേതൃത്വമാണ്. ഈ വന്ന അണികൾക്കെല്ലാം ഇതേക്കുറിച്ച് അവബോധം ഉണ്ടായിരുന്നില്ല, സത്യം പറഞ്ഞാൽ. അതിനകത്ത് തന്നെ CBSE ഒക്കെ ഫുൾ ഫോം ചോദിക്കുമ്പോൾ ചില പിള്ളേർക്കൊക്കെ അറിയത്തില്ല. അത് ഒന്നുകിൽ ഇതിന്റെ ഇവര് സെറ്റിട്ട് ചെയ്തതാവാം. ഇൻ കേസ് ഇനിയും അങ്ങനെ അല്ലെന്ന് കരുതുക, എങ്കിൽ പോലും ഈ നേതൃത്വത്തിനൊരു നല്ല ഒരു ദിശാബോധം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇത് ഇത്രയും പെട്ടെന്ന് നടന്നതും. മാത്രവുമല്ല, ഈ പറയുന്ന ധർമ്മേന്ദ്ര പ്രധാൻ നേരത്തെ രാജിക്ക് സന്നദ്ധനായിരുന്നു എന്നാ പറയുന്നത്. മോദി സമ്മതിക്കായിരുന്നു എന്നാ പറയുന്നത്. ഇത്ര ആക്കേണ്ട കാര്യമില്ലായിരുന്നു. പക്ഷെ ഇത്രേ ഉള്ളൂ, മോദി സർക്കാരിനെയും കരുത്തനായ മോദിയെയും മോദിയുടെ സർക്കാരിനെയും RSSനും BJPയും ഒക്കെ ചോദ്യം ചെയ്യാൻ പറ്റുന്ന ശക്തി ജനതയ്ക്ക്, ഇന്ത്യൻ ജനതയ്ക്കുണ്ടെന്ന് മനസ്സിലായി. ഭയന്നു. അതുകൊണ്ട്
അവരുടെ ഞങ്ങളെ ഇനി ഒന്നും സംഭവിക്കില്ല, ഞങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെന്നല്ല അഹന്ത ബോധം നഷ്ടപ്പെടുകയും BJPക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന ജനാധിപത്യ ബോധം അവർക്ക് തിരിച്ചു കിട്ടുകയും ഇന്ത്യൻ ജനാധിപത്യം കൂടുതൽ ശക്തിപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ് ചുരുക്കി പറഞ്ഞത്. അതിനൊപ്പം തന്നെ ഇപ്പൊ ഈ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് ആവശ്യം ഉയർന്നുണ്ടാവും. പണ്ട് ജയരാജിന്റെ ഒരു സിനിമ ഉണ്ടായിരുന്നു, ഓർക്കുന്നുണ്ടോ? ഫോർ ദ പീപ്പിൾ. പിന്നെ അതിങ്ങനെ 4 യുവാക്കൾ വന്നിട്ട് അവര് ഇന്റർനെറ്റിലൂടെ പരാതി സ്വീകരിച്ചിട്ട് പോയി. അപ്പോൾ അവർ ഒരു ദൗത്യം കഴിയുമ്പോൾ അടുത്ത ദൗത്യം അവർക്ക് വരികയാണ്, ഞങ്ങൾ ഇന്നടത്ത് ഇങ്ങനെ ചെയ്യുന്നു. ഇതേപോലെ ഓരോരുത്തർക്കും ഇപ്പൊ ഇനി അടുത്ത ഒരു പഞ്ചാബിലെ PSCയിലേക്കാണ് അടുത്ത പരിപാടി. ഇപ്പൊ കേരളത്തിലെ PSCയുടെ ഏറ്റെടുക്കാൻ അവർ തയ്യാറായി കഴിഞ്ഞു. രഞ്ജിനി ഹരിദാസ് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇന്നിപ്പോൾ നമ്മളിപ്പോൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് നാസിലിനും ടോവിനോയും ആ PSC സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്ത് വന്നു കഴിഞ്ഞു. ഇത് ഇനിയാണ് അറിയേണ്ടത് ജോൺ ബ്രിട്ടാസും എങ്ങനെ പ്രതികരിക്കും. അതെ, അതുപോലെ ഇവിടെ KC വേണുഗോപാൽ, സതീശനും രാഹുൽ ഗാന്ധിയൊക്കെ ഇവിടെ വന്ന് സമരം ചെയ്യുമോ എന്ന് നമുക്കറിയാം. അല്ല, ഇവർക്ക് തൽക്കാലം കുഴപ്പം സേഫാ. കാരണം എന്താ വെച്ചാൽ UDF സർക്കാരിന്റെ മേൽ ഇങ്ങനത്തെ ആരോപണം ഇതുവരെ വന്നിട്ടില്ല. അതുകൊണ്ട് അവർക്ക് സേഫ് ആണ് തൽക്കാലം. പക്ഷെ CPM ആണ് കുഴപ്പത്തിലാണ്. കാരണം അതാണ് ഡൽഹിയിലെ സമരം അവര് ജയിപ്പിച്ചെന്നുള്ള. അപ്പൊ വേറൊരു കാര്യങ്ങളുണ്ട്. ഇവിടെ ഇപ്പൊ ഈ പഴയ സർക്കാരിനെതിരെയാണ് സമരം വരുന്നത്. PSC സമരം എന്ന് പറയുന്നത് പഴയ 10 വർഷത്തെ സർക്കാരിനെതിരെയാണ്. അപ്പൊ അവിടെ വന്നു കഴിയുമ്പോൾ ഇവര് ചെടിച്ചട്ടി എടുത്തപ്പോൾ രക്ഷാപ്രവർത്തകരുടെ തലമണ്ട അടിച്ച് പൊട്ടിച്ച DYFIക്കാർ എവിടെ അവരാണ് ഈ പൗരാവകാശത്തെ കുറിച്ച് ഘോരഘോരം പ്രസംഗിക്കുന്നതെന്ന് ഓർത്തോണം. അപ്പൊ ഈ സമരപ്പന്തലിൽ കയറി അവരടിക്കും. അന്നേരം പാറ്റായും പരുന്തൊന്നും അവർ നോക്കില്ല, അടി കൊടുക്കും. കാരണം ഇവിടെയാണ് ഇവരുടെ ഇരട്ടത്താപ്പ് വെളിയിൽ വരാൻ പോകുന്നത്. വളരെ വ്യക്തമാണ്. മാത്രമല്ല ഈ ഒരു വിപ്ലവം ആവശ്യമായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ രാവിലെ മുതൽ വൈകുന്നേരം വരെ പഠിച്ച് പരീക്ഷ എഴുതിയിട്ട് ഇന്നിപ്പം നമുക്ക് വന്ന ആ കത്തില് ഒരാൾ പറഞ്ഞിരിക്കുന്ന ഒരു സംഭവം കണ്ടില്ലേ? അതായത് SI അതെന്ന് പറഞ്ഞ SI ടെസ്റ്റിന്റെ അതെ കത്തല്ല, നമ്മളെ ഒരാൾ വിളിച്ചു പറഞ്ഞാണ്. അതായത് പിന്നെ കേരളത്തിലെ PSCയുടെ തട്ടിപ്പിനെ കുറിച്ച് പറഞ്ഞതാണ്. അതായത് SI പരീക്ഷ നടന്നു. SI പരീക്ഷ നടന്നപ്പോൾ ഇത് വേദിക് കൾച്ചർ, വേദിക് റിലീജിയസ് സംഭവമാണ് ചോദ്യം. അതാണ് ചോദ്യം, ഡിസ്ക്രിപ്റ്റീവ് ആണ്. അപ്പോൾ അതില് ഒരു നല്ല വേദപണ്ഡിതൻ എഴുതിയാൽ പോലും അതിനൊരു 50 മാർക്ക് കൂടുതൽ കിട്ടത്തില്ല. അത്രയ്ക്ക് ഇതേ ഉള്ളൂ. അതാണ് ചോദ്യം അത്ര ഇതാണ്. അപ്പൊ ഈ ഡിസ്ക്രിപ്റ്റീവ് എന്ന് പറയുന്നത് എപ്പോഴും SI പരീക്ഷയിലെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. പക്ഷെ ഇതിൽ 95-ന് മേൽ മാർക്ക് കിട്ടിയവരുണ്ട്. കുറച്ച് പേർക്ക് 95-ന് മേൽ മാർക്ക് കിട്ടും. ബാക്കിയുള്ളവർക്കൊക്കെ 50 താഴെയാണ്. ഇതിനിടയ്ക്ക് 60, 70, 80 മാർക്ക് ഒന്നും ആർക്കും ഇല്ല. അപ്പൊ തന്നെ തട്ടിപ്പാണെന്ന് വ്യക്തമാണ്. ഈ 80, 90-ന് മേളിൽ മാർക്ക് കിട്ടിയവരുടെ കയ്യിൽ ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്ന് കിട്ടിയിട്ടുണ്ട്, ഉറപ്പാണ്. അതായത് ഇന്ന് ഇതുമായി ബന്ധമുള്ള ഒരാൾ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഇൻഫർമേഷൻ. അതായത് ഒരു SI ടെസ്റ്റിൽ എഴുതുമ്പോൾ കുറെ പേർക്ക് 90-ന് മുകളിലേക്ക് മാർക്ക് കിട്ടുന്നു. എന്നാൽ അതിനുശേഷം ബാക്കി എല്ലാവർക്കും 50 താഴെ മാർക്ക് കിട്ടുന്നു. അപ്പൊ തന്നെ വ്യക്തമാണല്ലോ പോയെന്നുള്ളത്. ഇവിടെ തന്നെ PSC ക്വസ്റ്റ്യൻ പേപ്പർ, ഈ പോലീസിലെ ക്വസ്റ്റ്യൻ പേപ്പർ പറഞ്ഞ ഈ 2 ക്രിമിനൽസിന്റെ വീട്ടിൽ ചെന്ന് പരിശോധിച്ചപ്പോഴല്ലേ അവന്മാരെ അറസ്റ്റ് ചെയ്യാൻ ചെന്നപ്പോഴല്ലോ വീട്ടിലിരിക്കുന്നത് 1-2 റാങ്ക്, അവർക്ക് 1-2 റാങ്കാണ്. ഇത് ആദ്യത്തെ സംഭവമേ അല്ല. ഇപ്പൊ തന്നെ നമ്മുടെ KSI എന്താണ് ഇവിടുത്തെ സെക്രട്ടേറിയറ്റ്, പിന്നെ ഇല്ല KS കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിനകത്ത് എന്താണ് സംഭവിച്ചത്? ഈ പറഞ്ഞ ആസൂത്രണ കമ്മീഷന്റെ ആ ടെസ്റ്റ് എന്താണ്? ഞാൻ കേരള യൂണിവേഴ്സിറ്റി തന്നെ LLB പഠിച്ചു. അന്ന് എനിക്ക് മനസ്സിലായ ഒരു സംഗതി, ഞാൻ ഈവനിങ് ബാച്ച് എടുത്തിട്ട് അന്ന് എനിക്ക് മനസ്സിലായ ഒരു സംഗതി എന്താണെന്ന് വെച്ചാൽ ഇവിടെ നടക്കുന്ന ഏറ്റവും വലിയൊരു തട്ടിപ്പ് ഞാൻ അപ്പോഴാണ് തിരിച്ചറിയുന്നത്. നിങ്ങൾ പരീക്ഷ എഴുതുമ്പോൾ തോറ്റുപോകും. നമുക്ക് പരീക്ഷ എഴുതുന്നില്ലല്ലോ. അപ്പോൾ അവിടെ നമ്മൾ നോർമലായിട്ട് പേപ്പർ നമുക്ക് തോറ്റുപോകും. റീവാലുവേഷൻ കൊടുക്കാം. റീവാലുവേഷൻ കൊടുക്കുമ്പോൾ ഈ SFI നേതാക്കന്മാരുടെ ഒക്കെ റീവാലുവേഷൻ അവിടെ നിന്ന് മേളിൽ പറയാം, ഞാൻ എന്നെ ഒരാളല്ലേ ഉള്ളൂ, എന്റെ റീവാലുവേഷൻ പിന്നെ ജയിപ്പിക്കുക. വേറെ അല്ലേ തന്നെ വേണ്ടെന്നേ. റീവാലുവേഷൻ അല്ലേ, അതിന് വേണ്ടി ചോദ്യമില്ല ഇല്ലല്ലോ. അപ്പൊ അവര് സംഘടിതമായിട്ട് കൂടി അങ്ങ് ജയിപ്പിച്ചു വിടും. അതാണ് റീവാലുവേഷൻ കൊടുക്കുമ്പോൾ അത് ജയിപ്പിച്ചു വിടും. മറ്റേ പരീക്ഷ അപ്പൊ ഇത്തരത്തിൽ പരിപാടി നടത്തിക്കൊണ്ടിരിക്കുന്നു. പിന്നെ എന്തിനേറെ പറയുന്നു, ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ഡോക്ടറേറ്റ് ഉള്ള ആളായിരുന്നു മന്ത്രി ബിന്ദു. അവരുടെ ഹൗസ് തലയിൽ ചുമന്നാണ്. വാഴക്കൊല മോട്ടിച്ചിട്ട് ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ഡോക്ടറേറ്റ് എടുത്തയാളാണ് ചിന്തായറോ. അവരുടെ ഇംഗ്ലീഷ് നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ ഡൽഹി പോയി ബബ്ബ വെക്കുന്ന റഹീമിനും ഡോക്ടറേറ്റ് ഉണ്ട്. അപ്പൊ ഇവിടെയുള്ള യൂണിവേഴ്സിറ്റികളിൽ എല്ലാം ഇതാണ്. ഇത് ഇവർക്ക് വേണ്ടി ഈ കഴിഞ്ഞ കുറേ കാലമായി ഈ CPMകാരുടെ മക്കൾക്കും അവരുടെ ചാർച്ചക്കാർക്കുമുള്ള ഒരു സ്ഥലമായി മാറിയിരുന്നു. അതിനൊക്കെ ഇത് തന്നെയാണ് PSC, ഇത് തന്നെയാണ് യൂണിവേഴ്സിറ്റി, ഇത് തന്നെയാണ്. ഞാൻ കാത്തിരിക്കുന്ന എന്താ കേന്ദ്ര നിയമം, ഇവരെല്ലാം സമരം നടത്തുന്നുണ്ടല്ലോ. ഈ നിയമം സംസ്ഥാന പരീക്ഷ PSCകൾക്കൂടെ ബാധകമാണെങ്കിൽ ഇവന്മാരുടെ എല്ലാം ഇടപാട് തരും. അത് വരുമല്ലോ. അങ്ങനെയാണ് തീർന്നു ഈ പറയുന്ന നിയമം. അത് ഇവിടെ ഒരു ചട്ടം ഇറക്കണമെന്നേ ഉള്ളൂ, ബാക്കിയെല്ലാം ഇതുപോലെ ആയിരിക്കും. പക്ഷെ ഇത് വരുമ്പോൾ ഒരു മുൻകാല പ്രാബല്യം കൂടെ കൊടുക്കണം. കൊടുത്തു കഴിയുമ്പോൾ എന്താണ്, ഇവരിപ്പോ ഓടി നടന്ന് പരീക്ഷ പേപ്പർ എല്ലാം നശിപ്പിക്കുകയാണ്. കേരള PSC ഇത്ര വർഷം കഴിയുന്ന പരീക്ഷ പേപ്പർ നശിപ്പിക്കും എന്ന് പറഞ്ഞ് ഇവർ ഓടി നടന്ന് പരീക്ഷ പേപ്പർ നശിപ്പിക്കും. പക്ഷെ ഇതെല്ലാം കമ്പ്യൂട്ടറൈസ്ഡ് ചെയ്ത് ബയോമെട്രിക് സഹിതം വെക്കുകയാണെങ്കിൽ
ക്വസ്റ്റ്യൻ ആയാലും ആൻസർ ആണെങ്കിലും എങ്കിൽ മാത്രമേ ഈ തട്ടിപ്പ് ഒരു പരിധി വരെ തടയാൻ കഴിയുള്ളൂ. അല്ലാത്തതെല്ലാം ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും ഇവർക്ക്. ക്വസ്റ്റ്യൻ പേപ്പർ ഓർത്താനും ഇത് അതുപോലെ തന്നെ ഈ സീരീസ് ആണല്ലോ, ABCD എന്ന് പറഞ്ഞ സീരീസിലാണല്ലോ ഇപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ, അതിലെല്ലാം ക്രമക്കേട് കണ്ടുപിടിച്ചവരാണ് ഇവർ. അപ്പോൾ എന്തായാലും നമുക്ക് ഈ വരുന്ന സുദിനം ഈ പറയുന്ന ഈ മാറ്റം നമ്മുടെ ജനാധിപത്യം സംരക്ഷിച്ച് സമര സമിതിയെ നമ്മൾ അഭിനന്ദിക്കുകയും അത് കേരളത്തിലേക്കൂടെ പടരുമ്പോൾ CPM-കാർ ആവേശം കൊള്ളുന്നറിയാൻ കാത്തിരിക്കുകയും ചെയ്യാം. നമുക്ക് പ്രധാന വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് പത്തനംതിട്ടയിൽ പോയിട്ട് VD സതീശൻ എന്നൊരു പ്രസംഗം പറഞ്ഞു. പമ്പ സാഹിത്യോത്സവമായിരുന്നു. അദ്ദേഹം പറഞ്ഞ എന്താ, നമ്മുടെ ഇപ്പോഴത്തെ അമ്മമാരൊക്കെ കയ്യിൽ ഒരുപാട് കൈപ്പുണ്യമുണ്ട്. അവർ നല്ല പാചകകലയിലൊക്കെ അവരുണ്ടാക്കുന്ന ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ. അപ്പോൾ അത് ഇങ്ങനെ അവരോട് കൂടി അങ്ങ് നശിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അത് നമ്മുടെ മക്കളെയും മരുമക്കളെയും ഒക്കെ പഠിപ്പിക്കണം എന്നേ പറഞ്ഞുള്ളൂ. അങ്ങനെ മരുമക്കളെ പ്രധാനമായിട്ടും പഠിപ്പിക്കണമെന്ന് മകന്റെ ഭാര്യ അങ്ങനെ പറഞ്ഞു. അപ്പോൾ അത് ഉടനെ ഇത് സ്ത്രീ വിരുദ്ധമാണ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശിവൻകുട്ടി മന്ത്രി പറഞ്ഞു കേട്ടാൽ വീട്ടിൽ അടുക്കള പണി തോന്നും. ജീവിതകാലത്ത് പുള്ളിക്ക് ആരുടെയും സഹായം പറ്റും. MABB ആണ് പിന്നെ സംഭവിക്കുക. ഈ വീട്ടിലെ അടുത്ത വീട്ടിലെ എല്ലാം പാത്രം കഴുകുന്ന ആളാണ്. ഇത് ശിവൻകുട്ടി വന്ന് പറയുന്നത് ഇത് നമ്മളിവിടെ ജെൻഡർ ഈക്വാളിറ്റിക്ക് എതിരാണ്, നമ്മൾ പാഠപുസ്തകങ്ങളിൽ എല്ലാവരും പാത്രം കഴുകണം എന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാരാണ് എന്ന് പറഞ്ഞിട്ടാണ് ഈ വരുന്നത്. ഇവരുടെ വിഷയ ദാരിദ്ര്യം അതാണ് കരുതിയാൽ മതി. അതായത് CPM-നെ സംബന്ധിച്ചിടത്തോളം സതീശിനെ എങ്ങനെയെങ്കിലും ഇടിച്ചു വീഴ്ത്തണം. അത് നടക്കുന്നില്ല. സതീശൻ ഇതിന്റെ ഇടയ്ക്കിടെ സ്കിപ്പ് ചെയ്ത് 4 കാലല്ലേ നമ്മൾ പൂച്ചക്കുഞ്ഞിനെ എടുത്ത് വെള്ളോട്ട് നേരെ 4 കാലം സ്കിപ്പ് ചെയ്ത് പോവുകയാണ്. അല്ല, അദ്ദേഹം എന്തോ മനോഹരമായ ഒരു പ്രസംഗമാണ്, നല്ല ഉഗ്രം പ്രസംഗമല്ല. ആ പ്രസംഗം അതിനകത്ത് നമ്മളാരും ഇങ്ങനെ ഒരു കൊനസ്റ്റ് കണ്ടതേ ഇല്ല അല്ലേ. ഞാനിപ്പോ ഇന്നിപ്പോ നമുക്കത് വീഡിയോ ചെയ്യാൻ വേണ്ടി ഞാൻ ഉടനെ അതിന്റെ ലിങ്ക് എടുത്തിട്ട് കൊടുത്തു. നമുക്കത് വന്ന് കിടപ്പണം. PRD-യുടെ അവരാണ് ഇത് എടുത്ത് വിട്ടത്. ഇതിനകത്ത് ഇത്രയും വലിയ കുത്തിത്തിരിപ്പ് കണ്ടുപിടിച്ചാൽ നമ്മൾ സമ്മതിക്കണം കേട്ടോ. ഇതിനായിട്ട് ഇവർ നോക്കിയിരിക്കുകയാണ്. സതീശൻ എന്താണ് വാ തുറന്ന് പറയുന്നത് അത് മനസ്സിലാക്കാൻ വേണ്ടി ഇവർ നോക്കിയിരിക്കും. അല്ല, ഇവർ അത്രമാത്രം ആശങ്കയിലാണ്. കാരണം ഇപ്പോഴത്തെ ഈ പറഞ്ഞ CJP-യുടെ കാലമാണ്. ഈ CJP-യുടെ കാലത്ത് ഒരാൾ സതീശൻ, ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, വരാൻ പോകുന്നുള്ളൂ. ഞാൻ ചെയ്തിരിക്കുന്ന വീഡിയോ ഏതാന്ന് വെച്ചാൽ, എനിക്ക് നമ്മുടെ സാരംഗ് ഗോപാലകൃഷ്ണൻ അറിയാമോ? അറിയാം, അട്ടപ്പാടിയിൽ സാരംഗ് ഗോപാലകൃഷ്ണൻ വിജയലക്ഷ്മി ടീച്ചറാണ് എനിക്ക് അയച്ചു തന്നത്. അവരല്ലയോ ഈ ഒരു യൂട്യൂബ് ചാനൽ അതുണ്ട്, നല്ലൊരു ദർപ്പണം, ദക്ഷിണ. അവരുടെ പ്രത്യേകത, അവരൊരു സമാന്തര വിദ്യാഭ്യാസം കൈകാര്യം ചെയ്തു. എനിക്കറിയാം, അവര് കുട്ടികളെ സ്കൂളിൽ ഞാൻ അവിടെ പോയിട്ട് അവർ പുഴ ഉണ്ടാക്കിയിട്ടുണ്ട്. കാട് നടത്തി പുഴ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ അവിടെ പോയി ഔഷധ സസ്യങ്ങളെ ഭയങ്കര പ്രകൃതിയോടനുസരിച്ച് ടീച്ചർ എനിക്കൊരു മെസ്സേജ് അയച്ചു, ഷാജൻ ഇതൊന്ന് കൈകാര്യം ചെയ്യണം. അപ്പൊ ഞാൻ ഇന്ന് ചെയ്തിട്ടുണ്ട്. വിഷയം എന്താന്ന് വെച്ചാൽ, മാവേലിക്ക് കൊടവയറുണ്ടെന്ന് ആരാണ് പറഞ്ഞത്? നമ്മൾ പണ്ട് പോലെ മാവേലി. അപ്പൊ ഇവരുടെ വിഷയം എന്താണെന്ന് വെച്ചാൽ, ഒരിക്കലും അധ്വാനിക്കുന്ന ഒരു മനുഷ്യൻ കൊടവയർ വരുന്നില്ല. മാവേലി വീട്ടിലിരിക്കാത്ത, മാവേലി ഒരിക്കലും കൊട്ടാരത്തിരിക്കത്തില്ലായിരുന്നു. അദ്ദേഹം പ്രച്ഛന്ന വേഷധാരിയായി നാട് മുഴുവൻ ചുറ്റി എവിടെയാണ് അനീതി അത് കണ്ടുപിടിച്ചോണ്ടിരിക്കുകയായിരുന്നു. അവരെ ശിക്ഷിക്കുമായിരുന്നു. അങ്ങനെ ഒരു മാവേലി എങ്ങനെയാണ് കൊടവയറിനാവുന്നത്? അപ്പൊ അവർ പറഞ്ഞ പോയിന്റ് എന്താ വെച്ചാൽ, ഈ കൊടവയർ എന്ന് പറഞ്ഞ അനാരോഗ്യകരമായ ഒരു സൊസൈറ്റിയുടെ പ്രതീകമാണ്. അതെ. അപ്പം ഇത്രയും നല്ലവനായ ഒരു മാവേലിയെ നമ്മളൊരു കൊടവയറനാക്കി അതൊരു ദുർമാതൃകയാക്കുന്നു. പകരം മാവേലിയുടെ വയറ് കുറയ്ക്കണം. മാവേലിയെ 6 പാക്ക് നമ്മള് കൊടവയറില്ലാത്ത മാവേലിയാണ്. കാലത്ത് എളുപ്പമാണ്. അപ്പൊ അങ്ങനെ നമ്മൾ ഈ പറയുന്ന, അപ്പൊ അവരെന്നോട് പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്, അവർക്ക് രാഷ്ട്രീയമില്ല. അവർ പറഞ്ഞു, ഞങ്ങൾക്ക് എന്റെ രാഷ്ട്രീയം ഒന്നുമില്ല, പക്ഷെ ഇതുവരെ കണ്ട മുഖ്യമന്ത്രി നമുക്കൊരു പ്രതീക്ഷ, ഇയാളുടെ ഈ ഒരു പരിഷ്കാരത്തോടുള്ള മാറ്റത്തോടുള്ള പ്രതീക്ഷ ഉണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഒരു വീഡിയോ ചെയ്ത് ഇദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു ഞാൻ ചെയ്തിരിക്കുന്നു. അപ്പം VD സതീശൻ ചിലപ്പോൾ അത് സ്വീകരിച്ചെന്ന് വരാം. സർക്കാർ പരിപാടികളിൽ കൊടവയറം വേണ്ട, ഈ കൊടവയറില്ലാത്ത മാവേലി ഇന്ന് സർക്കാർ തീരുമാനിച്ചാൽ അത് ഓണത്തപ്പ കൊടവയറാന്ന് പണ്ട് ആരോ ഒന്ന് എഴുതി വിട്ടതായി ഭംഗിക്ക്. അത് അതിനുശേഷമായിരിക്കും ഇദ്ദേഹത്തിന് കൊടവയറായി. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, ഈ VD സതീശൻ എന്ന മുഖ്യമന്ത്രി വ്യത്യസ്തമായ രീതിയിലൂടെ പോകുന്നത് കൊണ്ട് തന്നെ CPM ഉറക്കം നഷ്ടപ്പെടും. ഈ മാവേലിയെ അപമാനിച്ചെന്ന് ചരിത്ര സത്യം വളച്ചൊടിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ് ഇദ്ദേഹത്തിന് BJP-ക്കാർ തിരിയായിരുന്നു. ചരിത്രം എവിടെയാണ് ഈ ചരിത്രം? അതെ, ഇത് ഐതിഹ്യം മാത്രമല്ലേ. ഇത് അതിന്റെ അകത്ത് പോലും ഇല്ല കൊടവയർ. അതെ, കൊടവയർ പറയുന്നില്ല. കൊടവയർ എന്ന് ലോജിക്കലൊരു ചോദ്യം, എങ്ങനെയാണ് അധ്വാനശീലന ഒരു മനുഷ്യന് കൊടവയറുണ്ടാവും? അതാണ് കറക്റ്റ് ചോദ്യം. അത് തന്നെയാണ്. അത് മാത്രമല്ല, പണ്ടത്തെ മനുഷ്യർക്ക് കൊടവയറ ഇല്ല, അവർക്ക് ഇരിക്കാൻ നേരമില്ല. നമ്മളൊക്കെ കഴിച്ചിട്ട് ഇരിക്കുന്നതുകൊണ്ടാണ് നമുക്ക് കൊടവയർ വരുന്നത്. പണ്ടത്തെ ആൾക്കാർക്ക് അതിന് നേരമില്ല. അവര് പറമ്പിൽ പണിയെടുക്കുന്നു, ഉച്ചയ്ക്ക് എന്തെങ്കിലും കഴിക്കുന്നു, വീണ്ടും അവർ പണിയെടുക്കുന്നു. ഇതൊക്കെ പറയുമ്പോഴും ശ്രീമാൻ VD സതീശനോട്, കേരള മുഖ്യമന്ത്രിയോട്, എല്ലാവരുടെയും പ്രതീക്ഷയുള്ള നമ്മുടെ മുഖ്യമന്ത്രിയോട് വളരെ സങ്കടത്തോടു കൂടി ഞങ്ങൾക്ക് ചില കാര്യങ്ങൾ ഉണർത്തിക്കാനുണ്ട്.
അതെന്താന്ന് വെച്ചാൽ അറിഞ്ഞോ അറിയാതെയോ ചില കള്ളന്മാർ ഇപ്പോൾ അങ്ങയുടെ കൂടെയുണ്ട്. ഒന്ന് ഈ വൈകുന്നതാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞ ഇപ്പം ഇതിപ്പോഴും CI മാരെ മാറ്റിയിട്ടില്ല. ഇല്ല, ഇപ്പൊ മാറ്റിയത് അല്ല, CI മാരെ മാറ്റത്തിന്റെ പ്രശ്നമുണ്ട്. അവര് ഈ റീഷഫ്ലിംഗ് ചെയ്യാണ്. ഈ SHO മാരായിട്ട് SI മാരെ മാറ്റുന്നതിന്റെ ഭാഗമായിട്ട് സർക്കിൾ വീണ്ടും അപ്പം 2-3 സ്റ്റേഷൻ വെച്ചൊരു സർക്കിൾ വരണം. അപ്പൊ അങ്ങനെ ഒരു പുനഃസംഘടന നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് അവരെ മാറാത്തത്. 15-ാം തീയതി മാറും. ആയിക്കോട്ടെ. അപ്പം ഈ DYSP-മാരെ മാറ്റിയപ്പോഴും കോൺഗ്രസ്സുകാർക്ക് അവഗണനയാണ് കിട്ടിയിട്ടില്ല. എനിക്കറിയാം, നമ്മുടെ നാട്ടിലെ ഒരു കറതീർന്ന കോൺഗ്രസ് ഫാമിലിയിൽപ്പെട്ട ഒരാൾ, അദ്ദേഹം DYSP ആയതിനു ശേഷം വടക്കൻ ജില്ലകളിൽ കിടന്ന് നിരങ്ങാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. അപ്പോൾ അദ്ദേഹം ഇത്തവണ ഇവിടേക്ക് പറഞ്ഞു വെച്ചു, അദ്ദേഹത്തിന് കോന്നിയിലേക്ക് പറഞ്ഞു വെച്ചു. അപ്പോൾ അതുപോലെ തന്നെ ഇതുപോലെ ഓടിച്ചു വിട്ട വേറൊരു അബ്ദുൾ റഹീം ഉണ്ട്, നമുക്കറിയാം, നമ്മളുമായിട്ടൊക്കെ അടുപ്പമുള്ളൊരു കക്ഷിയാണ്, എൻ്റെ ഒരു സുഹൃത്ത്. അപ്പോൾ അദ്ദേഹത്തിന് അടൂരും പറഞ്ഞു വെച്ചു. അവസാനം എന്ത് പറ്റിയെന്നറിയോ? ഈ റീഷഫിളിംഗ് വന്നപ്പോൾ ഈ CPM-കാർക്ക് വേണ്ട 2 DYSP-മാർ, അതിലൊരാൾ പത്തനംതിട്ട, ഒരാൾ അടൂരും വെച്ചു കഴിഞ്ഞപ്പോൾ ഈ അടൂര് വന്ന ആളിനെ എടുത്ത് കോന്നി വെച്ചു. അപ്പൊ എങ്ങനെയുണ്ട്? ഈ വടക്കൻ ജില്ലയിൽ കിടക്കുന്ന പുള്ളി അവിടെ കിടക്കുക, പുള്ളിക്കില്ല. അല്ല, നിരവധി പേരുണ്ട്. അതായത് ഈ കോൺഗ്രസ്സുകാരുടെ ഒരു കുഴപ്പം അതാണ്. കോൺഗ്രസ്സുകാരെ അവരുടെ പാർട്ടിക്കാരെ അവർ മൈൻഡ് ചെയ്യത്തില്ല. നിരവധി പേര്, എനിക്ക് പരിചയമുള്ള കോൺഗ്രസിനോട് താല്പര്യം ഉണ്ടായിരുന്ന കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് ഈ യൂണിയൻ, കോൺഗ്രസ് യൂണിയന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റും കോട്ടയം ജില്ലാ പ്രസിഡന്റുമായിരുന്ന ഒരു തോമസ് ഉണ്ട്, തോമസ് കാഞ്ഞിരപ്പള്ളിക്ക്. പുള്ളി എന്ന് പറഞ്ഞാൽ മുണ്ടക്കേങ്കാരൻ. തോമസിനെ മലപ്പുറത്തിന് വിട്ടു. അതാണ് ഞാൻ പറഞ്ഞത്. ഈ കഴിഞ്ഞ തവണ ഈ VN വാസവന്റെ ഒരു മുന്നണി ഉണ്ടായിരുന്നു, കുറെ DYSP-മാർ, SHO-മാർ. ഇവരെല്ലാം ആ പഴയ ലാവണത്തിൽ തന്നെ വന്നിരിക്കും. അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. CPM-കാരായിട്ടുള്ള ആൾക്കാർ എവിടെ ഇരുന്നോ അവർ അതിനേക്കാട്ടിൽ നല്ല പോസ്റ്റുകളിൽ വന്ന് ഇരിക്കുകയാണ് ഈ DYSP-മാർ. അതേസമയം നല്ല ആൾക്കാർ ഇതിനിടയ്ക്ക് പക്ഷേ ചില ആൾക്കാർക്ക് കിട്ടിയിട്ടുണ്ട്. കോൺഗ്രസ്സുകാർ അനുഭവമുള്ള കുറെ പേര് അത്യാവശ്യം നല്ല പോസ്റ്റ് വെച്ചിട്ടുണ്ട്. എനിക്ക് പരിചയമുള്ള ഒരു DYSP, ഞാൻ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല, അദ്ദേഹം എന്നോട് നേരത്തെ തന്നെ പറഞ്ഞു, ഞാൻ ഇന്ന സ്റ്റേഷനിലേക്ക് വരാൻ പോകുന്നത്, അവിടെ ആദ്യം നോക്കി അദ്ദേഹത്തിന് അവിടെ കിട്ടി. പക്ഷെ ഞാൻ ഈ പറഞ്ഞുണ്ടല്ലോ, കോൺഗ്രസിന് വേണ്ടി മരിക്കാൻ നടക്കുന്ന ഫാമിലിയിലെ ഒരു DYSP ഇത് തന്നെയാണല്ലോ ഈ മറ്റേ PP AG മറ്റേ പ്ലീഡർ നിയമം. അതാണ് സംഭവം. അടിപൊളി കോൺഗ്രസ് അറിയപ്പെടുന്ന 25 കൊല്ലം ഹൈക്കോടതിയിലേക്ക് 25 കൊല്ലം കോൺഗ്രസിന് വേണ്ടി നടക്കുന്ന ആളുകളെ ഇവർ മൈൻഡ് ചെയ്തിട്ട് BJP-കാരും CPM-കാരും ഒക്കെ അവിടെ പിന്നെ ഒരു വലിയ കച്ചവടം നടന്നു. വലിയൊരു ഇവിടെയും കച്ചവടം കാണുമെന്ന് തോന്നുന്നു. കാരണം ഞാൻ ഉദാഹരണം പറയാം, ഈ പോലീസിലെ സ്ഥലമാറ്റത്തിൽ ഒരു CI-ക്ക് വേണ്ടി ഞാൻ ഒരാളെ വിളിച്ചു. ആ നല്ല CI ആണ് ഗുണ. അപ്പൊ എന്നോട് ഈ ഇതിന്റെ ചുമതലയുള്ള ഒരാൾ എന്നോട് പറഞ്ഞു, ഷാജൻ അതിനകത്ത് തല വെക്കാതിരിക്കാൻ നല്ലത്, വെച്ച ഷാജൻ കാശ് മേടിച്ചെന്ന് പേരുദോഷം വരും. ഞാൻ ചോദിച്ചു അതിന് അങ്ങനെ അല്ല, ഇത് കാശ് കൊടുത്തുള്ള ഇടപാടാണ്. അതായത് എനിക്കറിയാം, നമ്മുടെയൊക്കെ ജില്ലയിൽ ചില അണ്ണന്മാർ ഓരോരുത്തർ എന്ന് ചോദിക്കുന്നുണ്ട്, ചെന്നിത്തലയുടെ ആൾക്കാരെ അവര്, ഞങ്ങൾ ഇന്നടത്ത് മേടിച്ചു തരാം, നമുക്കൂടെ ഗുണം ഉണ്ടാകണം, ഇതാണ് കാര്യം, ഞങ്ങൾ മേടിച്ചു തരാം. അങ്ങനെയാണ് ഈ പറഞ്ഞ CPM-കാരായിട്ടുള്ള പല കക്ഷികളും ഈ താക്കോൽ പോസ്റ്റ് എന്നോട് ഒരാളുടെ കാര്യത്തോട് ഞാൻ ചോദിച്ചു. അപ്പോഴും ഞാൻ പറഞ്ഞു, ക്ഷമിക്കണം, അങ്ങനെ പേരുദോഷം കേൾക്കാൻ താല്പര്യമില്ല, നിങ്ങൾ എവിടെ ഇട്ടാലും കുഴപ്പമില്ല പറഞ്ഞ് പിന്മാറി. എനിവേ, ഇത്തരം സാഹചര്യത്തിൽ നമ്മൾ ഉയർത്തിക്കാട്ടാൻ ആഗ്രഹിക്കുന്ന 2 വിഷയങ്ങൾ, ഒന്ന് ഇന്നിപ്പം നമ്മൾ കൈകാര്യം ചെയ്ത വിഷയം, മറുനാടൻ ഇന്ന് കൈകാര്യം ചെയ്ത വിഷയമാണ്. അത് രതീഷ്, KR രതീഷ്, അതെ, പഴയ പിന്നെ കശുവണ്ടി വികസന കോർപ്പറേഷന്റെ MD ആയിട്ട് അയാളാണ് അഴിമതി നടത്തിയത്. ഈ പറഞ്ഞ ചന്ദ്രശേഖരനെ പിടിച്ച് അതിനകത്ത് ഇട്ടത് അയാളാണ്. അതെ, ചന്ദ്രശേഖരന് ശരിക്കും പറഞ്ഞാൽ ഇയാൾ നോക്കുമ്പോൾ 2005 മുതൽ, അതായത് അവരുടെ സർക്കാരിന്റെ കാലം മുതൽ 2013 വരെ, 2005 മുതൽ കൊള്ള നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനകത്ത് ഏറ്റവും അവസാനം ചുരുങ്ങിയ സമയത്തേക്ക് വന്ന ആളാണ് ചന്ദ്രശേഖരൻ. ചന്ദ്രശേഖരൻ മാത്രം കുടുങ്ങി. ചന്ദ്രശേഖരൻ. അപ്പൊ ചന്ദ്രശേഖരന്റെ പേര് മാത്രം, യഥാർത്ഥ കള്ളൻ എന്ന് പറയുന്നത് രതീഷാണ്. അതെ, ആ രതീഷ് ഈ ഒന്നാം പ്രതിയാണ്, ഈ കശുവണ്ടി മോഷണ കേസിലെ ഒന്നാം പ്രതിയാണ്. ഈ കക്ഷി കോടിക്കണക്കിന് അടിച്ചു മാറ്റി. ഈ പുള്ളി എങ്ങനെയാണ് അയാളുടെ ചരിത്രം പറഞ്ഞു വരുന്ന പോയിന്റ്, ആ കക്ഷി ഇപ്പോഴും 3 സുപ്രധാനമായ തസ്തികരിക്കുക. 65 വയസ്സ് കഴിഞ്ഞു. ഓർക്കണം, 65 വയസ്സ് കഴിഞ്ഞു. ഖാദി ബോർഡിന്റെ സെക്രട്ടറി, ഖാദി ക്ഷേമനിധി ബോർഡിന്റെ CEO, റൂട്രോണിക്സിന്റെ MD. 65 വയസ്സ് കഴിഞ്ഞു. 24 വർഷമായിട്ട്. ഓർക്കണം, ഇയാൾ അവിടെ ഒരു കേബിൾ TV-കാരനായിരുന്നു. കരുനാഗപ്പള്ളി എവിടെയോ ഈ കേബിൾ കണക്ഷൻ കൊടുക്കുന്ന ആളാണ്. അത് പൊളിഞ്ഞു പോയി. കുഞ്ഞാലിക്കുട്ടി പുള്ളിയെ പിടിച്ച് ഒരു പബ്ലിക് എങ്ങനെ അവിടെ വന്ന് കയറി എന്നുള്ളതാണ്. എന്തെങ്കിലും ഇടപാടുണ്ടായിരുന്നു. അവിടുന്ന് CPM-ന്റെ കാലത്തും കോൺഗ്രസിന്റെ കാലത്തും ആയിക്കഴിഞ്ഞ് 65 വയസ്സ് കഴിഞ്ഞു. ഇപ്പൊ അയാൾ ചെയ്ത് കാട്ടുന്ന പരിപാടി എന്താ വെച്ചാൽ, ഓർക്കണം, ഇപ്പൊ CBI ദീർഘകാലത്തിന് ശേഷം CBI ഈ
13 അന്വേഷണ സമിതികൾ, ധനകാര്യ വകുപ്പ്, വിജിലൻസ്, 13 അന്വേഷണം ഇയാൾ മോഷ്ടിച്ചു എന്ന് കണ്ടെത്തി. സുപ്രീം കോടതി വരെ, താഴത്തെ കോടതി തൊട്ട് സുപ്രീം കോടതി വരെ കണ്ടെത്തിയിട്ട് ഈ കക്ഷി ഇപ്പോഴും ഈ 3 സുപ്രധാന തസ്തികകൾ ഇരിക്കുകയും ഇയാൾ ചെയ്യുന്ന പണി തന്നിരിക്കും. അതാണ് എനിക്ക്, അതായത് ആദ്യം ഈ ഖാദി മേള ഓണമായല്ലോ, സംസ്ഥാന തലത്തിൽ ഉദ്ഘാടനം നടക്കുന്നത് എപ്പോഴും അങ്ങനെയുള്ള ഇക്കുറി പുള്ളി ജില്ലാ തലത്തിൽ ഉദ്ഘാടനം നടത്തും. എന്നിട്ട് ഓരോ മന്ത്രിയും ഓരോ ജില്ലയെ കൊണ്ടുവരും. അപ്പൊ അദ്ദേഹത്തിന് അടുത്ത് നിൽക്കുമല്ല, ഇയാള് ഖാദി ബോർഡ് സെക്രട്ടറിയും മറ്റേ സി അല്ലേ, ഇദ്ദേഹത്തിന്റെ സമയത്തിനനുസരിച്ചായിരിക്കും ഓരോ ദിവസവും സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ തിരുവനന്തപുരത്ത് സംസ്ഥാന ഉദ്ഘാടനം മുരളീധരൻ ചെയ്തു. കൊല്ലത്തേക്ക് പോയപ്പോൾ ഷിബു പിന്നെ വിളിച്ചു. ഷിബു പറഞ്ഞു ആ കയ്യിൽ തിരിച്ചാൽ ഷിബു നീ നല്ല വിവരമുള്ള ആ കള്ളന്റെ കൂടെ എന്നെ കിട്ടത്തില്ല എന്ന് പറഞ്ഞു. ബിന്ദു കൃഷ്ണനെ പിടിച്ചു. അപ്പൊ ബിന്ദു കൃഷ്ണയുടെ കൂട്ടത്തിൽ അയാൾ ഉദ്ഘാടനം ചെയ്യുന്ന എടുത്തു കൊടുക്കുന്നു. ആലപ്പുഴ രമേശ് ചെന്നിത്തല പിടിച്ചു. എല്ലാ ജില്ലയിലും ഉദ്ഘാടനം നടത്താൻ പോകുന്നു. ആ പോസ്റ്റിൽ ഇരിക്കുന്നു. ഖാദി ബോർഡിന്റെ സെക്രട്ടറി എന്ന നിലയിൽ ഇപ്പോഴും അയാൾ ഇരിക്കുന്നു. ഇതേസമയം റൂട്ടോണിക്സിന്റെ MD എന്ന നിലയിൽ ഇരിക്കുന്നു. ഇയാൾ ഇത്രയും വലിയൊരു കള്ളൻ, എല്ലാ CBI കേസിൽ പ്രതി, ആലോചിച്ച് നോക്കി. അയാളെ അതിന്റെ എല്ലാം ചെയർമാനായിട്ട് നിൽക്കുന്നത് മുഖ്യമന്ത്രി. എല്ലാത്തിനും കൂടെ മുഖ്യമന്ത്രിയുടെ പടം, അതിന്റെ കൂടെ ഇയാളുടെ പടം, മുഖ്യമന്ത്രി പടം. VD സതീശൻ എന്ന മുഖ്യമന്ത്രി അറിഞ്ഞില്ലെങ്കിൽ അറിയണം. കാരണം നാണക്കേടാണ്. അങ്ങ് മുഖ്യമന്ത്രി ആയിരിക്കുന്ന, അങ്ങേ ചെയർമാനായിരിക്കുന്ന 3 പ്രധാനപ്പെട്ട തസ്തികകളിൽ ഇതുപോലെ CBI കുറ്റക്കാരനെന്ന് കണ്ടെത്തി പിണറായി വിജയൻ സംരക്ഷിക്കാൻ ശ്രമിച്ച് പിണറായി ഉന്നത പദവിയിൽ ഇരുത്തി പോയടത്തെല്ലാം മറ്റേ ഈ ശരിയാ എന്തോ ലെങ്കലോ എന്തോ ഒരു സാധനം ഉണ്ടായിരുന്നല്ലോ, ഇങ്കലിൽ പരിപാടി നടത്തിയ പുറത്തായി. പിന്നെ കീഴ്സോ അങ്ങനെ എവിടെല്ലായിരുന്നു അവിടെല്ലാം മോഷണം നടത്തി പേരുള്ള ആള് ഇരുത്തിയിരിക്കുകയാണ്. നാണമുണ്ടെങ്കിൽ ഈ റിപ്പോർട്ടുകൾ കാണുമ്പോൾ VD സതീശൻ ഇടപെടണം. ഈ അവതാരത്തെ, ഈ പബ്ലിക് സെക്ടർ ഉണ്ടല്ലോ, പൊതുമേഖലാ സ്ഥാപനത്തിൽ 65 വയസ്സ് വരെ ആയിരിക്കും ചെയർമാനും പൊതുമേഖലാ സ്ഥാപനം. അതെ, അത് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ഇതുപോലെ വേറൊരാൾ ഇവിടെ ഇരിപ്പുണ്ട്, നമ്മുടെ ബെഹ്റ, കൊച്ചി മെട്രോ ബെഹ്റയുടെ 65 വയസ്സ് കഴിഞ്ഞിട്ട് ഇപ്പം കഴിഞ്ഞ ജൂണിലാണെന്ന് തോന്നുന്നു അങ്ങനെ ഇത് കഴിഞ്ഞു. അയാളെ മാറ്റിയിട്ടില്ല. അയാൾക്ക് പിണറായി സർക്കാർ ഇറങ്ങുന്നതിന് മുമ്പ് ഇതുവരെ നീട്ടിക്കൊടുത്തിട്ടുണ്ട്, ഈ ഓഗസ്റ്റ് വരെ നീട്ടിക്കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതെങ്ങനെ നീട്ടിക്കൊടുക്കാൻ പറ്റും? ഇവിടെ കൃത്യമായ ചട്ടമുണ്ട്. 65 വയസ്സിൽ ഇത് അവസാനിപ്പിക്കുകയാണ് സേവനം. MD അതുപോലെയുള്ള പൊതുമേഖലാ സ്ഥാപനത്തിൽ. എന്ന് മാത്രമല്ല, ഇയാൾ പൊതുമേഖലാ സ്ഥാപനം, ഇയാൾ ഖാദി ബോർഡിന്റെ സെക്രട്ടറി ആയിട്ടിരിക്കുന്നു. എന്ത് യോഗ്യതയാണുള്ളത്, എന്ത് എക്സ്പീരിയൻസ് ആണുള്ളത്? അത് കുഞ്ഞാലിക്കുട്ടിയുടെ താല്പര്യമായിരുന്നു. അത് ഇപ്പോഴും അതെ. ഇപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഇതിനകത്ത് പോലും എന്ത് കളി നടന്നു. ആ കോടതി കൊടുത്ത റിപ്പോർട്ട് എന്തായിരുന്നു? ഇവർക്ക് പ്രോസിക്യൂഷൻ അനുമതി കൊടുത്തുകൊണ്ട് കോടതി അവഹേളിക്കുന്ന റിപ്പോർട്ടല്ലേ കൊടുത്തത്. ഇപ്പോഴും ആ ബിജു എന്ന് പറയുന്ന പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ മാപ്പപേക്ഷ കോടതി സ്വീകരിച്ചിട്ടില്ല, വീണ്ടും മാറ്റി വെച്ചിരിക്കുകയാണ്. വരട്ടെ നോക്കാവുന്ന. അപ്പോഴാണ് ബഹുമാനപ്പെട്ട കോടതിയുടെ ശ്രദ്ധയിലും ഇത് പെടണം, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടവർ പെടുത്തണമെന്ന് അപേക്ഷിക്കുന്നു. കാരണം കോടതിയെ പോലും അധിക്ഷേപിക്കുന്നതിന് തുല്യമാണ്. വലിയൊരു മോഷണക്കുറ്റം നടത്തുകയും ആ മോഷണം സംരക്ഷിക്കാൻ പിണറായി വിജയൻ കഴിഞ്ഞ 10 കൊല്ലം ശ്രമിക്കുകയും അതിനുശേഷം ഈ VD സതീശന്റെ നേതൃത്വത്തിൽ വീണ്ടും ആ ശ്രമം തുടരുകയും ചെയ്തപ്പോൾ കോടതി ഇടപെട്ട് നോ പറഞ്ഞ് അനുമതി കൊടുത്ത കക്ഷിയെ ഇപ്പോഴും 65 വയസ്സ് പിന്നിട്ടിട്ടും അവിടെ നിർത്തുകയാണ്. വലിയ ശമ്പളത്തിൽ ഇയാൾ നടത്തുന്ന അഴിമതികൾക്ക് കുടപിടിക്കാൻ വേണ്ടി ഇരുത്താന്ന് പറഞ്ഞ് ഇതിനേക്കാൾ നാണക്കേടാണ്. അല്ല, ഇതിനകത്ത് വേറെ കാര്യമുണ്ട്. ഇതേ സെയിം പരിപാടി, ഈ തോട്ടണ്ടി ഇറക്കുമതിയിലെ അഴിമതിക്കാരനാണ് ചന്ദ്രശേഖരന്റെ പരിപാടിക്കൊന്നും ഇപ്പൊ സതീശൻ പോകുന്നില്ല. അവിടെയാണ് രസം. അതെന്താണെന്ന് ചോദിച്ചാൽ ശ്രദ്ധ മുഴുവൻ ചന്ദ്രശേഖരനിലേക്കായി. അവിടെയാണ് ഇയാളുടെ ബുദ്ധി. യോഗം വിളിച്ച് ഇങ്ങനെ പോയില്ല, പരവതാനി വിരിച്ചിട്ട് സതീശനും ചന്ദ്രശേഖരനും മാത്രം സ്ലോ മോഷൻ നടന്നു പോകും. യഥാർത്ഥത്തിൽ ചന്ദ്രശേഖരൻ രതീഷിനെ വെച്ച് നോക്കുമ്പോൾ ആ മോഷണത്തിൽ അല്പം പങ്ക് പറ്റിയൊരുത്തനാണ്. പങ്ക് പറ്റിയെന്ന് പോലും പറയാൻ പറ്റില്ല. അയാൾ അവസാനത്തെ ഈ ചെയർമാനായിട്ട് പങ്ക് പറ്റിയിട്ടുണ്ട്. പക്ഷെ അതിനു മുമ്പ് വമ്പന്മാരടിച്ചോണ്ട് പോയി. അവർക്ക് ഒരു കുഴപ്പം. ഏറ്റവും വലിയ കള്ളൻ 65 വയസ്സ് പിന്നീട് ആ തസ്തികയിൽ ഇരിക്കുക എന്ന് പറഞ്ഞാൽ ഇതിനേക്കാൾ ഭയപ്പെടുത്തുന്നു. ഇത് മുഖ്യമന്ത്രി അറിയാഞ്ഞിട്ടല്ലോ. അവിടെയാണ് പ്രശ്നം. VD സതീശൻ അറിയാണ്ടല്ലോ. പക്ഷെ ഇപ്പൊ VD സതീശനോട് നാളെ ഇതേക്കുറിച്ച് ചോദിച്ചാൽ, നമ്മൾ കഴിഞ്ഞിടയ്ക്ക് MR കുമാർ നിങ്ങൾ എന്തുകൊണ്ട് മാറ്റുന്നില്ല എന്ന് ചോദിച്ചപ്പോൾ നിങ്ങളല്ല തീരുമാനിക്കുന്നതെന്ന് പറഞ്ഞു. പക്ഷെ ഒരു കാര്യം ഇപ്പോഴും പറയാം, മാധ്യമങ്ങൾ നിന്നില്ലായിരുന്നു ഇയാളെ മാറ്റത്തില്ല. കാരണം അതിനുള്ള സംവിധാനം എല്ലാം ഇവിടെ ഒപ്പിച്ചു. ഒരു സംശയം ഇപ്പോഴും പേടിയാണ്, കേസെടുത്തിട്ടില്ലോ. കേസ് വരും. കാരണം കേസ് വരുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ പി വിജയൻ അവിടെ ഇരിക്കുന്നതുകൊണ്ട്. അതെ, ഇരിക്കുന്നതുകൊണ്ട്. കാരണം ഈ പ്രധാന തസ്തിക പി വിജയൻ ഇരിക്കുന്നതുകൊണ്ട് കേസ് വരും. മാത്രമല്ല അൻവറിന് ഒരു 2ാം വരവുണ്ട്. അയാൾക്ക് ആകെ പുറത്താക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ അൻവറിനെ വിവരമില്ല. ആഫ്രിക്കയിൽ ഇങ്ങനെ ചിറക് വീശുന്നുള്ളൂ. അപ്പൊ അൻവറിന് ഇവിടെ ഒരു അവസരം ഇല്ലാതിരിക്കുമ്പോഴാണ് ഇത് വന്നിരിക്കുന്നത്. അപ്പൊ അത് ആഘോഷിക്കാൻ വേണ്ടി അൻവർ വരും. അതുകൊണ്ട് ഉണ്ടാവും. അയാളുടെ കഥ കഴിഞ്ഞോട്ടെ, അയാൾക്ക് ഇനി രക്ഷയൊന്നുമില്ല. അല്ല, ഇത് ഈ വ്യാജരേഖ ഉണ്ടാക്കിയതിനും അധികാര ദുർവിനിയോഗത്തിനും ഇയാൾക്കെതിരെ ജാമ്യമില്ലാ ഒപ്പിട്ട് കേസെടുക്കേണ്ടതാണ്. പല കേസും ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച്
ഒരു 3-4 ക്രിമിനൽ കേസും ഒരു വിജിലൻസ് ഇയാൾ കേസും. കാറ്റി പോവാണെന്നാ പറഞ്ഞത്. ഇനി കാറ്റി പോയി ഇയാളുടെ സസ്പെൻഷൻ ഇയാൾ ഇത് മേടിച്ചു വെച്ചോളൂ. സ്റ്റേ മേടിക്കും. 2 സാധ്യതയാണ്. ഒന്ന് മറ്റേ ആ ആരോഗ്യവകുപ്പ് ഡയറക്ടർ ചെയ്തിട്ട് ഡിസിഷനെതിരെ കൊണ്ടുപോയി ഹൈക്കോടതി പോയി മേടിച്ചില്ലേ. നമ്മുടെ സർക്കാർ പോകുന്നുള്ളതാണ് അവിടെ ഒരു പ്രശ്നമുണ്ട്. ഇയാൾക്ക് ഇപ്പോഴും അദൃശ്യമായ ശക്തിയുണ്ട്. പിണറായി വിജയൻ വരെ ഇയാൾക്ക് വേണ്ടി ശുപാർശ ചെയ്തു എന്നാകട്ടെ. പിണറായി മാത്രമല്ലെന്നേ, അതായത് വലിയൊരു വ്യവസായി, ഞാൻ പേര് പറയുന്നില്ല, വലിയൊരു വ്യവസായി ഇയാളോട്ട് വളരെ അടുപ്പായിരുന്നു. കോവിഡ് കാലത്തേക്ക് ആ വ്യവസായിയുടെ ഹോട്ടലിൽ ഇയാൾക്ക് സൗജന്യ താമസമായിരുന്നു. അപ്പോൾ ആ വലിയ വ്യവസായിയാണ്, വലിയ സ്വാധീനം ഉള്ള വലിയ വ്യവസായി. അയാളുടെ പിന്തുണ ഇയാൾക്കുണ്ട്. അയാളുടെ മകൻ്റെ കല്യാണത്തിനൊക്കെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തിയിരുന്നതൊക്കെ ഇങ്ങനെ അത്ര അടുപ്പമുണ്ട്. ആ വ്യവസായിയുടെ ഒരു പിന്തുണയുണ്ട്. പിന്നെ ഇതാണല്ലോ ഇവരുടെ ഇടപാടുകളാണല്ലോ ഈ സർക്കാരുകൾ എത്ര എന്ന് പറഞ്ഞാലും അവർ മാറി വരുന്നുണ്ടെങ്കിൽ അവരുടെ സ്വഭാവവും മാറും. ഈ കൂട്ടത്തിൽ ഈ പറയുന്ന ഇദ്ദേഹത്തിന്റെ പേര് നമ്മൾ പറഞ്ഞ എന്തായിരുന്നു? രതീഷ് എന്ന് പറയുന്ന കള്ളനെ സംരക്ഷിക്കുന്നത് പോലെ തന്നെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളുടെ കാര്യം കൂടി പറയാതിരിക്കുന്ന വൃത്തിയിലെ KSFE, കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എന്റർപ്രൈസസിന്റെ MD ആയിരിക്കുന്ന സനൽ. ഈ സനൽ എന്ന് പറയുന്ന ആൾ വളരെ ഇതുപോലെ തന്നെയാണ്. അതായത് P ശശിക്ക് എന്ന പെണ്ണ് കേസിൽ സ്ഥാനം നഷ്ടപ്പെടുന്നു. പണ്ടത്തെ കേസിൽ അന്ന് എനിക്ക് തോന്നുന്നു VS അച്യുതാനന്ദന്റെ കാലം കണ്ട അതാണ് ആ കാലമാണ്. അപ്പോൾ തൽക്കാലത്തേക്ക് P ശശി അന്ന് ജില്ലാ സെക്രട്ടറി സ്ഥാനമൊക്കെ നഷ്ടപ്പെടുന്ന പുള്ളി P ശശിയെ ഈ KSFEയുടെ ചെയർമാനായിട്ട് നിയോഗിക്കുന്നു. അതിനൊരു 6 മാസം ഇരുന്നുള്ളൂ. അത് കഴിഞ്ഞപ്പോഴത്തേക്കും വേറെന്തോ ഇത് കിട്ടിപ്പോയി. ഈ KSFEയുടെ ചെയർമാനായിട്ട് ഇരുന്ന കാലത്ത് DGM എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഉണ്ടാക്കുകയാണ്. അതായത് അതുവരെ KSFEയുടെ കോടികളുടെ ഇടപാടുകളാണല്ലോ. KSFE എപ്പോഴും ലാഭത്തിൽ പോകുന്ന കോടികളുടെ MD കഴിഞ്ഞാൽ പിന്നെ റീജിയണൽ മാനേജർമാരേ ഉള്ളൂ. അതായത് ഒരു DGM ഡെപ്യൂട്ടി ജനറൽമാൻ. എന്നിട്ട് ഇവരുടെ കീഴിലാക്കുന്നു DGM. എന്നിട്ട് DGMമാരുടെ എല്ലാം പോസ്റ്റ് AGM ആക്കുന്നു, അസിസ്റ്റന്റ് ജനറൽ മാനേജർ. അവരെല്ലാം നിർത്തിയിട്ട് 2 കാര്യങ്ങൾ ചെയ്തു. DGM ആയിട്ട് ഇയാളെ കൊണ്ടുവന്നു. 3 അഡീഷണൽ AGMമാരെ ഹെഡ്ക്വാർട്ടേഴ്സിൽ കൊണ്ടുവന്നു. അവിടെ മറ്റെല്ലാം AGM ആക്കി പരാതി ഒഴിവാക്കാൻ പറ്റട്ടെ. എന്നിട്ട് വേറെ 3 തസ്തിക കൂടി സൃഷ്ടിച്ച് ഹെഡ്ക്വാർട്ടേഴ്സിൽ 3 AGMമാരെ കൊണ്ടുവന്നു. ഈ 4 പേരെയും ശശി നിയോഗിക്കുന്നു. എന്നിട്ട് കുറെ കഴിഞ്ഞപ്പോൾ മാനേജിംഗ് ഡയറക്ടർ പോയി കഴിഞ്ഞപ്പോൾ മാനേജിംഗ് ഡയറക്ടർ പകരം ഈ DGMന് ഇൻചാർജ് കൊടുക്കുന്നു. MD ഒഴിവാക്കി ഇൻചാർജ് കൊടുത്തു. ആ ഇൻചാർജ് കൊടുക്കാൻ പറ്റുള്ളൂ, കാരണം യോഗ്യതയില്ല. ഈ കക്ഷി ഇടക്കാലത്ത് ഒരു കേസ് ഉണ്ടായി കഴിഞ്ഞപ്പോഴത്തേക്കും മറ്റൊരു കമ്പനിയിലേക്ക് വിട്ടതായിരുന്നു. കോടിയേരി ബാലകൃഷ്ണന്റെ ഭാര്യയുടെ അനിയത്തേക്ക് വർക്ക് ചെയ്തൊരു സാധനം ഉണ്ടായിരുന്നു. KRF ഉണ്ടോ അല്ല എന്തോ വേറെ സാധനം ഉണ്ടായിരുന്നു. അത് ചെറിയ സ്ഥാപനമാണ്. അവിടുന്ന് പുറത്താക്കിയതാണ്. കോടതി പുറത്താക്കി. അഴിമതി കാരണം അവിടെ ഉണ്ടായിട്ട് ഇത് യോഗ്യതയില്ല, അത് പുറത്താക്കി. തിരിച്ചാണ് ഇവിടെ കൊണ്ടുവന്ന് ഇയാളെ MDയുടെ ചാർജ് കൊടുത്ത് MD ആക്കി വെക്കുന്നത്. MD ആക്കി. അതും അതിന്റെ 100 ഇരട്ടി ഇടയുള്ള വലുപ്പമുള്ള കമ്പനിയിലേക്ക് MD ആക്കി. MD തസ്തികയില്ല, MDയുടെ ഇൻചാർജാണ്. പക്ഷെ MD എന്ന് പറഞ്ഞാൽ വെക്കുന്നത്. ഇവിടെ നിന്ന് ഇയാൾ കാട്ടിക്കൂട്ടിയ അഴിമതി എന്ന് പറഞ്ഞാൽ ഞെട്ടിക്കുന്ന ഈ CAGയുടെയും ലോക്കൽ ഓഡിറ്റ് റിപ്പോർട്ട് ഞാൻ കണ്ടതാണ്. അതിനകത്ത് 2 ഉദാഹരണം പറഞ്ഞു. ഒന്ന് കിഫ്ബി ആണല്ലോ ഇവരുടെ ഒരു തട്ടിപ്പ്. ഇവർ അങ്ങോട്ടാണ് പൈസ കൊടുക്കുന്നത്. ഇവർ പ്രവാസി ചീട്ട് തുടങ്ങിയല്ലോ, അത് ഇതിനു വേണ്ടിയാണ് കിഫ്ബിക്ക് ഫണ്ട്. എന്നിട്ട് ഈ പ്രവാസി ചിട്ടിയുടെ സോഫ്റ്റ്വെയറിന് 75 കോടി രൂപ. ഈ സോഫ്റ്റ്വെയറിന് ഇത് കിഫ്ബിയോടാണ് ഏൽപ്പിക്കുന്നത്. കിഫ്ബി വേറെ ആർക്കോ കൊടുക്കുന്നത്. എന്നിട്ട് അതല്ല, ഈ പ്രവാസി ചിട്ടിയുടെ സോഫ്റ്റ്വെയർ മെയിൻറ്റെയിൻ ചെയ്യാൻ 3 മാസം കൂടുമ്പോൾ 5.5 കോടി രൂപ. നമ്മുടെ ഇതേ മോഡൽ, എക്സാലോജിക് മോഡൽ. മാസാമാസം KSFE പണം എല്ലാം അങ്ങോട്ട് കൊടുക്കുക. അതുപോലെ ഇയാളുടെ പരസ്യം ഉണ്ടല്ലോ, ഈ KSFEയുടെ പരസ്യം നേരെ ഇയാളെ പോയി കണ്ടാൽ മതി. നിങ്ങൾക്ക് അയാളെ കുറിച്ച് സൂചിപ്പിക്കുന്നത് നിങ്ങൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഓൺലൈൻ പോർട്ടൽ ഉണ്ടെങ്കിൽ എന്ത് വേണമെങ്കിലും പരസ്യം തരും. നിങ്ങളൊരു സുവനീർ ഇറക്കുന്നു, നിങ്ങളുടെ ഓമല്ലൂരിന്റെ ചരിത്ര സ്മരിക എന്ന് പറഞ്ഞ സാധനം റെക്കോർഡ് ചെന്ന് ചോദിച്ചാൽ 5 ലക്ഷം രൂപ 10 ലക്ഷം രൂപ കിട്ടും. അന്നേരം തരും. അപ്പോഴേ തരും. 30 കോടി രൂപയാണ് പരസ്യത്തിന് വേണ്ടി മുടക്കിയത്. ഇതിലും കമ്മീഷൻ അടിക്കുന്നു. എല്ലാം കമ്മീഷൻ, എല്ലാ ആൾക്കാർക്കും ഇങ്ങനെ. അതുപോലെ തന്നെ ഈ CSR ഫണ്ട് ഉണ്ട്. പശുവിനെ മേടിക്കാൻ കൊടുത്ത് എത്ര അറിയാം? 18 ലക്ഷം രൂപ. CSR ഫണ്ട് മുഖേന പശുവിനെ മേടിക്കാൻ കൊടുക്കുക എന്ന് പറയുന്നത് ഇവരുടെ പണിയെല്ലാം നോക്കണം. അങ്ങനെ കോടികളുടെ അഴിമതി നടത്തിയിരിക്കുന്ന ആ കക്ഷി ഇപ്പോഴും ഈ ഭരണം വന്ന് ഇത്തരം കാലമായിട്ടും ആ തസ്തികയിലിരിക്കുവാണ്. അയാളെ മാറ്റിയിട്ടില്ല. അത് പോരാഞ്ഞിട്ട് ഇവര് KSFEയുടെ എന്തോ ഒരു സൊസൈറ്റി ഉണ്ടാക്കി ആ വഴിക്ക് തട്ടിപ്പ് നടത്തി. ഇഷ്ടം പോലെ ഒരു സൊസൈറ്റി അതിനോട് ചേർന്ന് ഇപ്പോഴും ആ സൊസൈറ്റി അവിടെ ഓഫീസ് അനുവദിച്ചു വെച്ചിട്ടുണ്ട്. ഈ KSFEയുടെ ഒരു ചെറിയൊരു 70,000 രൂപയ്ക്ക് ഒരു ഷെഡ് ഉണ്ടാക്കിയതുള്ളൂ. അതുകൊണ്ട് 75 ലക്ഷം രൂപയാണ് കൊടുത്തിരിക്കുന്നത് ആ സൊസൈറ്റി. അതാണ് അത് മൊത്തം എഴുതി തള്ളിയ സൊസൈറ്റിയുടെ കടം മുഴുവൻ എഴുതി തള്ളി. അതിനകത്ത് നിക്ഷേപിച്ചവരെല്ലാം കാശും പോയി. ആലോചിച്ചു നോക്കൂ. അല്ല, ഇത് ഇന്നലെയാണെന്ന് തോന്നുന്നു നമ്മുടെ ബിജു പ്രഭാകറിന്റെ ഒരു
ഒരു ഇന്റർവ്യൂ കിഫ്ബിയുടെ ഒന്ന് ആലോചിക്കണം. 70,000 കോടി രൂപ പകുതി പോയത്. 30,000 കോടി രൂപ ഇത് പരിപാടി നടക്കുള്ളൂ. ബാക്കി 30,000 കോടി കമ്മീഷൻ ഇനത്തിലും കോൺട്രാക്ടർമാർക്കുള്ള കൈക്കൂലി ഇനത്തിലും പോവാം. ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ഏതാണ്ട് 10 കോടി രൂപയാണ് മിക്ക ചാനലുകൾക്കും കൊടുത്തത്. കിബിന്ന് കൊടുത്തത് വാരിക്കോരി കൊടുക്കുക. അതെന്താ കേട്ടില്ലേ, ഈ ഇന്ധന സെസ് ആണല്ലോ ഇതിന്റെ പ്രധാന വരുമാനം. അതുപോലെ മോട്ടോർ വാഹന സെസ്. ഇത് ഇന്ന് ക്രെഡിറ്റ് ചെയ്യുന്ന സംഭവം ഇന്ന് അവരുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുന്ന ഇന്ന് രാത്രി തന്നെ കിഫ്ബിയുടെ അക്കൗണ്ടിൽ വന്നോണം. അതായത് ഇന്ന് എത്ര രൂപ വണ്ടിക്ക് ടാക്സ് അടയ്ക്കുന്നു, അല്ലെങ്കിൽ എത്ര രൂപയ്ക്ക് ഇവിടുത്തെ കേരളീയർ പെട്രോൾ അടിക്കുന്നു, ഇതിന്റെ സെസ് നാളെ രാവിലെ ആകുമ്പോൾ നമ്മുടെ ഈ കിഫ്ബിയുടെ അക്കൗണ്ടിൽ വരുന്നുണ്ട്. ഈ പൈസ ആര് തിരിച്ചു കൊടുക്കണം? സംസ്ഥാന സർക്കാർ സ്വന്തം ഖജനാവിൽ നിന്ന് എടുത്ത് തിരിച്ചു കൊടുക്കുക, കിഫ്ബിക്കാരെ കൊടുക്കുകയില്ല. അപ്പൊ ആ പൈസ എടുത്തിട്ടാണ് ഇവർ ഈ കമ്മീഷൻ വ്യവസ്ഥയിൽ തൂർത്തടിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരുപാട് അവതാരങ്ങൾ, പിണറായി സൃഷ്ടിച്ചെടുത്ത കൈക്കൂലിയും അഴിമതിയും ഒക്കെ സ്വന്തമാക്കി നടന്ന ഒരുപാട് അവതാരങ്ങൾ ഇപ്പോഴും സുപ്രധാനമായ തസ്തികയിൽ തുടരുന്നത് വി ഡി സതീശൻ അറിഞ്ഞു. അത് ധനകാര്യ വകുപ്പ് സതീശന്റെയാണ്. ഇത് അറിയാൻ വയ്യാഞ്ഞിട്ടൊന്നും അല്ല, ഇതിനൊക്കെ പിന്നിൽ വേറെ ആൾക്കാരുടെ സമ്മർദ്ദമുണ്ട്. അത് പ്രത്യേകിച്ച് ഈ സ്ഥാനം ഒഴിഞ്ഞവരുടെ സമ്മർദ്ദം തന്നെയുണ്ട്. അപ്പൊ തന്നെ നമുക്ക് ഞാനത് ഏറ്റവും ഞെട്ടിക്കുന്ന വാർത്തയാണ്. അജിത്തിന് വേണ്ടി പുള്ളി കഴിഞ്ഞ ദിവസം സംസാരിക്കുന്നുണ്ട് പിണറായി വിജയൻ. അജിത്തിനെ ഒഴിവാക്കിയത് ശരിയായില്ല എന്ന് അദ്ദേഹം. അജിത്ത് നല്ല സത്യസന്ധനായ ഉദ്യോഗം. അത് പിണറായിക്ക് നാട്ടുകാരുടെ തണ്ടൊക്കെ കയറുമ്പോൾ മണ്ടൊക്കെ കയറുന്നുണ്ടെങ്കിൽ അവർക്ക് ഇത് ഒരിക്കലും ഒരു വിഷയമല്ലല്ലോ. അത് വളരെ, അതായത് വി ഡി സതീശൻ ഇക്കാര്യത്തിൽ വേണ്ടത്ര ജാഗ്രത പാലിച്ചില്ലെങ്കിൽ ഇത്തരം അവതാരങ്ങൾ വി ഡി സതീശന് ചെവി തിന്നും. ചെവി തീറ്റി മാത്രമല്ല കഴുത്തിനും പിടിക്കും, ഇല്ലേ? അത് മാധ്യമങ്ങൾ ശക്തമായ നിലപാട് സ്വീകരിക്കുന്നു. മാത്രമല്ല CJP പോലുള്ള ആൾക്കാർ എപ്പോഴും ഓർക്കണം, എപ്പോഴും അതാണ് വാസ്തവത്തിൽ വി ഡി സതീശൻ തന്നെ ഒരു CJP ആണ്. അതെ അതെ അതെ, സതീശൻ ഒരു CJP ആണ്. കാരണം നമുക്ക് കേരളത്തിന്റെ ചരിത്രത്തിൽ, കോൺഗ്രസിന്റെ ചരിത്രത്തിൽ ജനവികാരത്തെ മറികടന്നുകൊണ്ട് ജനവികാരത്തിന് അനുകൂലമായി ഒരാളെ മുഖ്യമന്ത്രിയാക്കിയിട്ടില്ല. ഹൈക്കമാൻഡിന്റെ എല്ലാ താല്പര്യങ്ങളും മറികടന്നു. ഇതൊരു CJP വിപ്ലവമായിരുന്നു. സതീശന്റെ ആ സ്ഥാനലബ്ധി ഒരു CJP വിപ്ലവം. അവിടെ ഇദ്ദേഹം ഇത്രയും ശക്തനായ KC വേണുഗോപാലിനെ മറികടക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ ജാഗ്രത പാലിച്ചില്ലെങ്കിൽ ഈ പറയുന്ന രതീശിനെ പോലുള്ളവരെ പൊക്കിക്കൊണ്ട് നടന്നാൽ അയാൾ എല്ലായിടത്തും സമ്മേളനം നടത്തി സതീശനോടൊപ്പം ഇനി വരാൻ പോവാണ്. എവിടെയെങ്കിലും ഒരു പരിപാടി കൊണ്ടുവരും. വന്നാൽ വലിയ ക്ഷീണമായിരിക്കും, നാണക്കേടായിരിക്കും. ഇത്തരം അവതാരങ്ങളെ മാറ്റി നിർത്തിയില്ലെങ്കിൽ വലിയ നാണക്കേടിലേക്ക് വരാൻ പോകണം. ദയവായി ശ്രദ്ധിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.